OS നമുക്ക് ആരംഭിക്കാം. OS തുടങ്ങിയ കാലം മുതലേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങളെയും പുതിയ സംരംഭകരെയും പരിചയപ്പെടുത്തുകയും അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതാണ് OSന്റെ പ്രഥമമായ ലക്ഷ്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓൺലൈൻ ഓഫ്ലൈൻ ഹണ്ട് യുവർ എന്റർപ്രണർഷിപ്പ് സപ്പോർട്ടർ എന്നാണ് ഞങ്ങളുടെ ചാനലിന് ഇതിന്റെ പേര്. ഒരു എന്റർപ്രണറെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അത് ഞങ്ങളുടെ കർത്തവ്യമായി ഞങ്ങൾ കരുതുകയാണ്. അതിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് ഒരു പുതിയ ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ അടുത്ത കാലത്ത് ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ നമുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു ഉൽപ്പന്നമാണ് നേച്ചേഴ്സ് നർച്ചർ. അതെന്താണെന്ന് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ 10-35 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസ് ഇഡ്ഡലിപ്പൊടി ദോശപ്പൊടി എന്ന് പറയുന്ന ആദ്യത്തെ ഫുഡ് മിക്സ് സംരംഭം ഞങ്ങളാണ് പരിചയപ്പെടുത്തിയത്. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഫുഡ് മിക്സുകളിലേക്ക് ഒരു വലിയ ചലഞ്ചായിരുന്നു ആ പ്രോഡക്റ്റിന്റെ വരവ്. അതിനുശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന പുട്ടുപൊടികളും ദോശപ്പൊടികളും ഇഷ്ടംപോലെ പൗഡർ ഉൽപ്പന്നങ്ങൾ ഫുഡ് മിക്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ കാരണമായത്. എന്നാലും അതിനുശേഷം വന്ന പല പ്രോഡക്റ്റുകളും നിറപറ, ഡെവൻ, ഡൈനേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന ഒട്ടേറെ ഫുഡ് പ്രോഡക്ട്സ്, കേരളത്തിലെ ഒട്ടുമിക്ക ഫുഡ് പ്രോഡക്ട്സുകളും ചാവറുടെ ഒരു കയ്യൊപ്പുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ വീഗാർഡിന്റെ പുതിയ വയറിംഗ് കേബിൾ വന്നപ്പോഴും, വി സ്റ്റാർ ചുരിദാർ മാർക്കറ്റ് ചെയ്യുമ്പോഴും, വീഗാലാൻഡ് പോലും മാർക്കറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പരസ്യം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അടിസ്ഥാനത്തിൽ ചില കടമകളും കടപ്പാടുകളും ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നേച്ചേഴ്സ് നർച്ചറിനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഒരു സൂപ്പർ ഫുഡ് മിക്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ച് വരുന്ന അരിയും ഗോതമ്പും അതിന്റെ ഉൽപ്പന്നങ്ങളും ജീവിതശൈലി രോഗങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു എന്ന് പറയുന്നതാണ് ഇന്ന് നടക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്കറിയാം, ഡയബറ്റീസ് ഇല്ലാത്ത ആളുകളില്ല. എന്തെല്ലാം അസുഖങ്ങളാണ് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മറികടക്കാൻ വേണ്ടി മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ പലരും ഉപയോഗിച്ച് വരികയാണ്. പക്ഷേ പലപ്പോഴും അതിന് രുചി ആസ്വാദികരമല്ലാത്തത് കൊണ്ട് അതിനോട് സുല്ലിട്ട് തന്നെ പിരിയുകയാണ്. എന്റെ പ്രായത്തിലുള്ള, പ്രത്യേകിച്ച് മധ്യവയസ്ക് കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ ധാരാളമായി കണ്ടുവരികയാണ്. മധ്യവയസ്ക് കഴിഞ്ഞവർക്ക് മാത്രമല്ല കേട്ടോ, ചെറുപ്പക്കാരിലും ഇപ്പൊ ഇത്തരം അസുഖങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഈ നേച്ചേഴ്സ് നർച്ചർ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ്. നേച്ചേഴ്സ് നർച്ചർ സൂപ്പർ ഫുഡ് മിക്സ് പൗഡർ. ഇത് പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു പേരിൽ ഒരു ഉൽപ്പന്നവും മാർക്കറ്റിൽ ലഭ്യമല്ല. സൂപ്പർ ഫുഡ് മിക്സ് പൗഡർ തന്നെയാണ്. കാരണം ഇതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഏതാണ്ട് 11-ലധികം ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ തുടങ്ങിയ എല്ലാ അസുഖങ്ങളെയും ചെറുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മരുന്ന് പോലെ അല്ലെങ്കിൽ മന്ത്രം പോലെ ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നം എന്ന നിലയിലാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ, പ്രത്യേകിച്ച് അരിയും ഗോതമ്പും ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന പല അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി മാറാൻ കഴിയുക മാത്രമല്ല, ഇത് സ്വാദിഷ്ടമാണെന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാനും കഴിയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിത് ഉണ്ടാക്കി കാണിക്കാം എന്നെങ്ങനെയാണെന്നുള്ളത്. പൂർണ്ണമായും ആ രീതിയിലേക്ക് ഞങ്ങൾ വരുന്നില്ലെങ്കിൽ പോലും ഇത് ധൈര്യമായി പറയാൻ കഴിയും. ഇത് നിങ്ങൾക്കിടെ ജീവിതത്തിൽ ശീലമാക്കിയാൽ നിങ്ങൾക്ക് അസുഖങ്ങളിൽ നിന്നും കുറെയെങ്കിലും ഒക്കെ മുക്തി നേടാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നമുക്ക് കിച്ചണിലേക്ക് പോകാം. നേച്ചേഴ്സ് നർച്ചറിന്റെ പാക്കറ്റ് തുറന്ന് നമ്മൾ എടുക്കുമ്പോൾ 2 പാക്കറ്റാണ് സാധാരണ ലഭ്യമാകുന്നത്. 250 ഗ്രാം വീതമുള്ള 2 പാക്കറ്റുകൾ. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഒരു പാക്കറ്റാണ് നമ്മൾ ഇത് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. കട്ട് ചെയ്ത് ഈ ഒരു പാക്കറ്റ് പൊടി നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. ഇത്രയും വലിയ ബൗളിൻ്റെ ആവശ്യമില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ കുറച്ചും കൂടെ സൗകര്യപ്രദമായിട്ട് നമുക്ക് ഇടാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ബൗൾ. പൂർണ്ണമായിട്ട് ഇതിലേക്ക് ഇടണം. നെയ്യ് ഒഴിക്കുകയാണ്, 1 സ്പൂൺ. ചപ്പാത്തി മിക്സിലേക്ക് നമ്മൾ 250 ഗ്രാമിലേക്ക് ഒഴിച്ചിരിക്കുന്നത് 250 ml എടുത്തു വെച്ച വെള്ളം തിളപ്പിച്ചത് ആണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. തിളച്ച വെള്ളം ആയതുകൊണ്ടാണ് സ്പൂണോട് തന്നെ പ്രത്യേകം ഇളക്കേണ്ടത്. ഇളക്കിയതിന് ശേഷം അതൊരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ തണുക്കുമ്പോൾ നമുക്ക് കൈകൊണ്ട് കുഴച്ച് ഒരു ഗോൾ പരുവത്തിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പരത്തി ചുടാവുന്നതാണ്. നേച്ചേഴ്സ് നർച്ചർ സൂപ്പർ ഫുഡ് മിക്സ് പൗഡർ ഗോതമ്പും അരിയും മാറ്റി നിർത്തി ആരോഗ്യ സംരക്ഷണം ഉതകുന്നതും ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിക്, ഹൃദ്രോഗം, ശരീരഭാര വർധനം എന്നിവയെ നിയന്ത്രിക്കാൻ കഴിയുന്നതുമായ മില്ലറ്റ്, ഓട്സ്, വിവിധതരം പയറുകൾ, വിവിധതരം നട്ട്സ് എന്നിവ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കൃത്രിമ കളറുകളോ ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ നേച്ചേഴ്സ് നർച്ചർ. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ കാർബോ ഹൈ പ്രോട്ടീൻ സൂപ്പർ ഫുഡ് മിക്സ് പൗഡറുകളാണ്. ആയതിനാൽ ശരീരഭാരം വർദ്ധിക്കാതിരിക്കാൻ സഹായിക്കും. ഏത് പ്രായക്കാർക്കും കഴിക്കാം, എളുപ്പം പാചകം ചെയ്യാം. നമ്മൾ മുമ്പേ വെച്ചിരുന്ന മാവ് കുഴച്ച് അതിന്റെ ഷേപ്പിലേക്ക് ആക്കുകയാണ്.
അത് നമ്മൾ സാധാരണ ഇപ്പോൾ അത് തണുത്തിട്ടുണ്ട്, അരമണിക്കൂർ ഇരുന്നപ്പോഴാണ് അത് തണുപ്പായിരിക്കുന്നതും. മാത്രമല്ല അത് നമുക്ക് ആ ഷേപ്പായിട്ട് വരുത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമ്മളിത് ചപ്പാത്തിയുടെ പരുവത്തിലേക്ക് എടുത്ത് വലിപ്പം കുറച്ച് ഉരുളകളാക്കി മാറ്റണം. ഗോതമ്പിലുള്ള പോലെ ഗ്ലൂട്ടൻ ഇതിനകത്ത് ചേരാത്തത് കൊണ്ട് ഇത് പരക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും, പ്രത്യേകിച്ച് ചപ്പാത്തി പോലുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൊറോട്ട അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ റുമാലി റൊട്ടിയൊക്കെ അടിക്കാൻ സഹായിക്കുന്നതിൻ്റെ പ്രധാന ഘടകം ഗോതമ്പിലെ ഗ്ലൂട്ടനാണ്. മൈദയിലും ഗോതമ്പ് ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെ ഗ്ലൂട്ടൻ ഉണ്ട്. ഈ ഗ്ലൂട്ടൻ ഇതിനകത്ത് ഫ്രീ ആണ്. ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് ഇത് നമ്മൾ പരത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഗോതമ്പ് പൊടിയിലേക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്, ഒന്ന് പൊരിഞ്ഞെടുക്കുകയാണ്. ഇത് പരക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ പരത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കാരണവശാലും മറ്റ് ചപ്പാത്തിയും ഒക്കെ പരക്കുന്ന പോലെ ഒരടി വ്യാസത്തിലോ വലിപ്പത്തിലോ ഒന്നും ഇവനെ അങ്ങനെ പരന്ന് വട്ടത്തിൽ കിട്ടണമെന്നില്ല. കാരണം ഇത് ചെറിയ വട്ടം, നമ്മുടെ ബുൾച്ച പോലെയുള്ള വലിപ്പത്തിലാണെങ്കിൽ നമുക്ക് നല്ല, എന്നാലും ഇതിപ്പം ഭാഗ്യത്തിന് നന്നായിട്ട് പരക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വരത്തിൽ കിടന്നത് നമ്മുടെ ആവശ്യമുള്ള കനം കുറച്ച് നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ വലിയ ചപ്പാത്തി മേക്കേഴ്സ് ഉണ്ടാക്കുന്ന പോലെ നല്ല ഷേപ്പൊന്നും ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു കൃത്യം വട്ടം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഇങ്ങനെയൊന്നും പാകപ്പെടുത്തി എടുക്കുകയാണ്. അപ്പം നമുക്കൊരു നല്ല കൃത്യമായ വട്ടത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം നമ്മുടെ ചപ്പാത്തിക്ക് ഷേപ്പില്ല എന്ന് ആരും പറയരുത്. പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഇതെന്ന് പറയരുത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഇമിക്ക് ഇതിനകത്ത് കാണിക്കുകയാണ്. ഏതൊരു ചപ്പാത്തിയും വെല്ലുന്ന നിറവും ഗുണവും ഇതിനുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗോതമ്പ് മിക്സ് ചെയ്യാതെയും വേണ്ടി വന്നാൽ നമുക്ക് കിട്ടും. നമുക്കൊരിച്ചിരി ക്ഷമയുണ്ടായാൽ മതി, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഗോതമ്പ് ഒട്ടും പുരട്ടാതെ ലഭിച്ച ചപ്പാത്തിയാണ്. കാരണം ഗോതമ്പ് പുരട്ടാതെയും ചെയ്യാൻ പറ്റും. നമുക്ക് അല്പം ക്ഷമയുണ്ടായാൽ മാത്രം മതി. നമ്മൾ ചപ്പാത്തി കല്ലിലേക്ക് ഇടുക, പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് തൂളി കൊടുത്താൽ കുറച്ചുകൂടെ മയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഇങ്ങനെ തൂളി കൊടുക്കാവുന്നതാണ്. അത് മറിച്ചിടുമ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നതാണ്. ഒരു 500 ഗ്രാം പൊടിയിൽ നിന്ന് നമുക്കൊരു 25-30 വരെ ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയും. ഒരു വീട്ടിലേക്ക് ആവശ്യമായ ചപ്പാത്തി അതുകൊണ്ട് തികയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ എന്ത് കറിയും, നമ്മുടെ വെജിറ്റബിൾ കറി ആകട്ടെ, ഇനിയിപ്പോൾ ഞാനിവിടെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗാർലിക് ചിക്കനാണ്. ഗാർലിക് ചിക്കൻ ഇതിനോട് ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം. നേച്ചേഴ്സ് നർച്ചറിൻ്റെ ചപ്പാത്തി നമുക്ക് കഴിച്ച് തുടങ്ങാം. എന്താണ് ടേസ്റ്റ് എന്നറിയണമല്ലോ. എന്തായാലും നിങ്ങളെ എല്ലാം മുമ്പ് ഞാൻ എത്രയും നേരം സംസാരിച്ചതിന് ശേഷം അതിനോടൊപ്പം തന്നെ സ്വല്പം കറിയും ചേർത്ത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. മുറിഞ്ഞു പോരുമ്പോൾ സാധാരണ മറ്റേത് മുറിയുന്ന പോലെയല്ല, നല്ല സോഫ്റ്റായിട്ട് മുറിയുന്നു. ചുമ്മാ വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഇതിന് സത്യം പറഞ്ഞാൽ കറി പോലും വേണ്ട. എങ്കിലും കറിയുടെ കൂട്ടി കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആസ്വാദ്യത എന്നുള്ളത് കൊണ്ട് ഒന്ന് കറിയുടെ കൂട്ടി കഴിക്കുകയാണ്. ശരിക്കും നേച്ചേഴ്സ് നർച്ചർ ചപ്പാത്തി ആർക്കും ഇഷ്ടപ്പെടും. കഴിച്ചു നോക്കുക. ഒരിക്കലെങ്കിലും രുചിച്ചു നോക്കിയാൽ പിന്നെ അത് നിർത്തുകയില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കും. നേച്ചേഴ്സ് നർച്ചർ സൂപ്പർ ഫുഡ് മിക്സ് പൗഡർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കിയതും സ്വാദിഷ്ടമായി കഴിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ കടകളിലും ഇത് ലഭ്യമാണ്. ഓൺലൈനിൽ ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അഡ്രസ്സ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഫോൺ നമ്പർ ഞങ്ങൾ കൊടുക്കും. നേരിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളോ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരെ വിളിച്ചറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എന്ത് സംശയങ്ങൾക്കും അവർ പരിഹാരം കണ്ടെത്തി തരുന്നതുമാണ്. അടുത്ത പുതിയ ഉൽപ്പന്നവുമായി അടുത്ത ദിവസം തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.